ഈ ഋഷി ഇപ്പൊ എവിടെയായിരിക്കും? എന്താ? അല്ല, ഈ ഋഷിയെ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോ ഋഷിക്ക് എന്തായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുക? അവൻ ആരെങ്കിലും തല്ലിക്കൊന്നുണ്ടാവും. അമ്മ എന്ത് നിസ്സാരായിട്ടാ ഈ പറയുന്നേ? പിന്നല്ലാതെ വാളെടുത്തവൻ വാളാൽ അങ്ങനെ തന്നെ. അവൻ കാണിച്ചു കൂട്ടിയതിനൊക്കെ ആരോ തിരിച്ചു കൊടുത്തു. ഈശ്വര അവനെ തിരിച്ച് കിട്ടാതിരുന്നാ മതിയായിരുന്നു. എവിടെയെങ്കിലും പോയി തരട്ടെ ഒരു ഋഷി. ആ ഇതാര് കുരുവിളയോ? ഹലോ, എന്ത് പറ്റി പതിവില്ലാത്ത റൂട്ടിലേക്കൊക്കെ? MLA കാണാൻ വേണ്ടി വന്നതാ. പിന്നെ സാറിനെ ഒന്ന് കാണാമെന്ന് കരുതി. ഓ, മുൻ MLA-മാരൊക്കെ ആർക്ക് വേണം DYSP? അധികാരത്തിലില്ലെങ്കിലും നാട്ടുകാർക്ക് സാർ MLA തന്നെ. സാറിനോടുള്ള മതിപ്പിന് ഇപ്പോഴും ഒരു കുറവുമില്ല. ആ MLA ഉണ്ടല്ലോ അല്ലേ? ഉണ്ടുണ്ട്, വിളിക്കാം, വരൂ. മോളെ, കുരുവിള ഇരിക്കും. MLA ഒന്ന് കാണണം സാർ. എന്താ അത്യാവശ്യമായിട്ട് കാണുന്നത്? MLA എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഋഷി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണാനില്ലല്ലോ. ആ, അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. ആ ഞാൻ അറിഞ്ഞു. അതെന്താ സംഭവം? അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരല്ലേ സാർ, അവരുടെ രീതികളൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ലല്ലോ. ആ ഹലോ സർ. ഹലോ മാഡം. സാർ എന്താ ഇങ്ങോട്ട് വന്നേ? പ്രത്യേകിച്ച് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? MLA ആ ഋഷിയുടെ കാര്യത്തിന് വേണ്ടി വിളിച്ചായിരുന്നല്ലോ. അപ്പൊ നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കുന്നു കരുതി. ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ. ബുദ്ധിമുട്ടി വരേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തായാലും വന്നതിൽ സന്തോഷം. സർ, ആ പരാതിക്ക് എത്രയും വേഗം പരിഹാരം കണ്ടുപിടിക്കണം. എക്സ്ക്യൂസ് മീ. ഹലോ, ആ ഞാൻ ഇറങ്ങി. സർ, നിങ്ങൾ സംസാരിക്കും. എനിക്ക് പാർട്ടി മീറ്റിങ്ങിന് വേണ്ടി അത്യാവശ്യം ഒരു സ്ഥലത്ത് പോകണം. ഓക്കെ സാർ. മോളെ, അച്ഛൻ ഇറങ്ങാം. ശരി അച്ഛാ. സാർ ഇരിക്കെ. ഋഷിയെക്കുറിച്ച് എന്തെങ്കിലും സൂചന ഉണ്ടോ സാർ? ഋഷിയുടെ കൂട്ടുകാരെ ചോദ്യം ചെയ്തിരുന്നു. എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ സാറിന്? ഋഷിയെ അവസാനമായിട്ട് കണ്ടത് അവരാണ്. KR സ്ട്രീറ്റിനടുത്ത് വെച്ചാണ് അവർ കണ്ടു പിരിയുന്നത്. അവൻ യാത്രയുടെ ഭാഗമായിട്ട് എങ്ങോട്ടെങ്കിലും പോയതാണോ, അതോ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചതാവോ? സാറിന് എന്ത് തോന്നുന്നു? ഒരാപത്തിന്റെ സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. ഋഷിയുടെ രീതി വെച്ച് അവൻ കൂട്ടുകാരെ വിളിക്കാതിരിക്കത്തുമില്ല. പക്ഷെ അന്ന് പിരിഞ്ഞതിന് ശേഷം ആർക്കും അവന്റെ കോള് വന്നിട്ടുമില്ല. അപ്പോ എന്തെങ്കിലും അപകടം, അങ്ങനെ എന്തെങ്കിലും? അപകടപ്പെട്ടതാണോ അപകടത്തിൽപ്പെടുത്തിയതാണോ ഒന്നും അറിയാൻ വയ്യ. എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള ആൾക്കാരായിരുന്നു അരുന്ധതി മാഡവും ഈ ഋഷിയും. കുറച്ചൊക്കെ എനിക്കും അറിയാം. ഋഷി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ടത് എന്റെ വ്യക്തിപരമായ ആവശ്യം കൂടിയാ. ഋഷിയെക്കുറിച്ച് എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അന്വേഷണത്തിൽ ചിലപ്പോ സഹായിച്ചേക്കും. സാർ ഇരിക്കെ, ഞാൻ ദേ വരുന്നു. ഒരു ചായ കുടിച്ചിട്ട് സംസാരിക്കാം. ഓ ഷുവർ. ആ DYSP വന്നിരിക്കുന്നത് സിദ്ധുവിന്റെ പരിചയക്കാരനെന്ന നിലയ്ക്കാണോ? എന്നെ കാണാൻ വന്നതാ അമ്മേ. ഋഷിയുടെ അന്വേഷണം എങ്ങനെ പോകുന്നറിയാലോ. എന്റെ മണ്ഡലത്തിൽ നടന്ന സംഭവമല്ലേ. അതുമല്ല, ഋഷി വിഷയം ചൂടുപിടിക്കുന്നുണ്ട്.
നിയമസഭയിൽ ചോദ്യം വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോ അന്വേഷണത്തിന്റെ മുന്നോട്ടുള്ള പോക്കില് MLA ഇടപെടണ്ടേ? അതൊക്കെ ശരിയാ. പക്ഷെ പോലീസ് അന്വേഷണമൊക്കെ സജീവമാവുമ്പോ സംശയം ആദ്യം നീളാൻ പോകുന്നത് നമ്മുടെ നേർക്കായിരിക്കും. അതെ, തീർച്ചയായും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളെ ആയിരിക്കില്ലേ പ്രധാനമായും ചോദ്യം ചെയ്യാൻ പോകുന്നത്. നമ്മളാണ് കുറ്റക്കാരെന്നൊക്കെ നേരത്തെ കൊട്ടി തീരുമാനിച്ച് നടപടിയും എടുത്തേക്കാം. ഫലത്തിൽ നിന്റെ ഇടപെടൽ നമുക്ക് ദോഷമായിട്ടല്ലേ വരിക. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അത്രയ്ക്കങ്ങ് ഉത്സാഹം കാണിക്കണോ? നമുക്ക് ദോഷമായിട്ട് വരാതിരിക്കാനാ അമ്മേ ഞാൻ അന്വേഷണത്തിന്റെ കൂടെ നിൽക്കുന്നേ. മനസ്സിലായില്ല. ഋഷിയെ കാണാതായതിൽ നമ്മുടെ കുടുംബത്തിലെ ആർക്കും തന്നെ ഒരു ബന്ധവും ഇല്ലാന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ നാട്ടുകാരുടെയും പോലീസിന്റെയും സംശയം നീളാൻ പോകുന്നത് ചന്ദ്രത്തേക്കായിരിക്കും. അത് നേരാ. ആ, മോളങ്ങോട്ട് ചെല്ല്, ചായ ഞാൻ എടുത്തോളാം. അമ്മ പോയൊന്ന് സംസാരിക്കേ. അച്ഛൻ പോയല്ലോ. അതെന്തിനാ? MLA കാണാൻ വന്ന ആളല്ലേ. എനിക്കൊന്നും പറയാനില്ല. അത് ശരിയോ അല്ല. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ഋഷിക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ആലോചിച്ചു. ഒന്ന്, നിങ്ങളൊക്കെ കരുതുന്ന പോലെ അവൻ എവിടേക്കോ യാത്ര പോയിട്ടുണ്ടാവാം. ആ വിവരം കൃത്യമായിട്ട് വീട്ടിൽ അറിയിച്ചിട്ടില്ല. 2, അവൻ സ്വമേധയായോ അരുന്ധതിയുടെ അറിവോടെയോ ഒന്ന് മാറി നിൽക്കുന്നു. ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാക്കാനും നമ്മളെയൊക്കെ കുഴപ്പത്തിലാക്കാനും നമ്മളെ പോലീസ് കേസിൽ കുടുക്കി കഷ്ടപ്പെടുത്താനും. ശരിയാ. അതൊന്നും അല്ലെങ്കിൽ പിന്നെ മറ്റൊന്നും സംശയിക്കാനില്ല. അവന് ഗുരുതരമായി എന്തോ സംഭവിച്ചിരിക്കുന്നു. ആരോ അവനെ അപായപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അയാളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം. ദേവി, ചായ. ഹലോ മിസ്റ്റർ നന്ദൻ, DYSP ഐസക് കുരുള. ഹലോ സാർ. എന്താ ഒരു ടെൻഷൻ പോലെ? ഒന്നുമില്ല. ഞാൻ MLA ഒന്ന് കാണാൻ വന്നതാ. ഒരു മാൻ മിസ്സിംഗ് കേസ്. മിസ്റ്റർ നന്ദനും അറിയായിരിക്കും. ഒരു അരുന്ധതി എന്ന് പറയുന്ന സ്ത്രീയുടെ മകനാ ഋഷി. അറിഞ്ഞാണോല്ലോ? അറിയാം, എനിക്കറിയാം. നന്ദൻ എന്താ വേർക്കുന്നത്? ഒന്നുമില്ല. ഈ ഋഷി ആളെങ്ങനെ? അത് സാർ, എനിക്കത്ര അടുപ്പമില്ല. എന്തായാലും അന്വേഷണത്തിന് നന്ദന്റെ സഹായമൊക്കെ വേണം. ഉണ്ടാവും സാർ. അങ്ങനെയാണെങ്കിൽ ഇന്ന് എൻ്റെ ഓഫീസിലേക്കൊന്ന് വരാൻ പറ്റൂ? അല്ല, അതിന് ടെൻഷനാവുന്നത് എന്തിനാ? കേസ് അന്വേഷണത്തിന് സഹായമാകുന്ന എന്തെങ്കിലും നന്ദന്റെ ഭാഗത്ത് നിന്ന് കിട്ടുമെന്ന് അറിയണം. അതിന് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒന്ന് സഹകരിക്കണം. ഞാൻ വരാം സാർ. അപ്പോൾ ഒരു 10 മണിക്ക് അങ്ങോട്ട് വരുമോ? വരാം. വരണം. വരാം. തൽക്കാലം ഇവിടെ ആരും അറിയണ്ട. മറ്റൊന്നും കൊണ്ടല്ല, MLA യുടെ ഭർത്താവ് DYSP ഓഫീസിലേക്ക് വന്നു എന്നറിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഉള്ളവർക്ക് വിഷമം തോന്നും.
നന്ദൻ ഇപ്പൊ ചായ എടുക്കാട്ടോ. സാർ ഇത് ഞങ്ങൾ പരിചയപ്പെട്ടു. സാർ ഇരിക്കെ, ചായ കുടിക്കാം. ആ, താങ്ക് യു. ആ മാഡം, എനിക്കൊരു സ്റ്റേഷൻ ഇൻസ്പെക്ഷൻ ഉണ്ട്. ഞാൻ ഉച്ചയോട് മാഡത്തെ വിളിക്കാം. മാഡത്തിൻ്റെ ഓഫീസിലേക്ക് വരാം. ഋഷിയുടെ മിസ്സിങ്ങിനെ പറ്റി വ്യക്തമായിട്ടൊരു പിക്ചർ അപ്പോൾ എനിക്ക് തരാൻ പറ്റും. ഓക്കെ സാർ, അത് മതി. നമുക്ക് ഓഫീസിൽ കാണാം. എനിക്ക് സാറിനോട് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. എത്രയും നേരത്തെ തന്നെ അന്വേഷണം നടത്തി കൃത്യമായ റിസൾട്ട് ഉണ്ടാക്കണം. തീർച്ചയായും മിക്കവാറും ഇന്ന് തന്നെ വ്യക്തമായ സൂചനകൾ കിട്ടും. ഗുഡ്. ഞാൻ എന്നാ ഇറങ്ങിക്കോട്ടെ മാഡം. ശരി. ഓക്കെ നന്ദൻ, സീ യു. ആ നന്ദു എന്താ വിഷമിച്ച പോലെ? ഋഷിയുടെ കേസിന്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ടാണോ? ഈ ഡിവൈഎസ്പി സത്യസന്ധനായിട്ടുള്ള ആളാ. കുറ്റം ചെയ്തവരെ മാത്രമേ ഇദ്ദേഹം കസ്റ്റഡിയിലെടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുള്ളൂ. ഇപ്പൊ തന്നെ ചന്ദ്രോത്തെ എല്ലാവർക്കും ഋഷിയുമായിട്ടുള്ള ശത്രുത ഉറപ്പായും പുള്ളി അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഒന്നും ചോദിച്ചില്ലല്ലോ. പുള്ളിക്കാരന് മനസ്സിലായിട്ടുണ്ട് ഈ കേസുമായിട്ട് നമുക്ക് ആർക്കും ഒരു ബന്ധമില്ലാന്ന്. നന്ദു, ഇന്ന് നമുക്ക് ബീച്ചിൽ പോയാലോ? എന്താ? നന്ദു സ്വപ്നം കണ്ടില്ലേ? ആ സ്വപ്നം സത്യമാക്കിയാലോന്ന്. ഞാൻ കണ്ട എന്ത് സ്വപ്നം? അത് മറന്നോ? ബീച്ചിൽ കാറ്റും കൊണ്ടിരുന്ന് തോളില് തലചായ്ച്ച സ്വപ്നം കണ്ടത്. പോയാലോ നന്ദു? ഇന്ന് ഓഫീസിൽ കുറച്ച് ജോലി കൂടുതലുണ്ട്. ഞാൻ പറയാം. പറ്റില്ല, പ്ലീസ് നമുക്ക് പോവാ നന്ദു. നോക്കാം. മതി. നോക്കാന്ന് വെച്ചാ നടക്കുന്ന അർത്ഥം. അയ്യോ, ചായ മറന്നു. ചായ എടുത്തിട്ട് വരാവേ. ഇത് ഞാൻ പ്രതീക്ഷിച്ച കാര്യം തന്നെയാ. അന്വേഷണം നടക്കുകയാണെങ്കിൽ ആദ്യം പോലീസ് വരുന്നത് ചന്ദ്രോത്തേക്കാവും. എന്തായാലും നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കെവിനെ, എന്റെ വിറയിൽ ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോ ഡിവൈഎസ്പി ഇരിക്കുന്നതുകൊണ്ട് ഞാനങ്ങ് സ്തംഭിച്ചു പോയി. അയാളുടെ ഓരോ വാക്കുകളും എന്നെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാ. ആ ചിരിയിൽ ഒരുപാട് അർത്ഥമുള്ളതുപോലെ തോന്നുന്നു. അർത്ഥം മാങ്ങാ തൊലി. എടാ, നിന്റെ ഭാര്യയെ കാണാൻ അങ്ങേരെ വന്നത്. പിന്നെ ഋഷിയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ചന്ദ്രോത്തുമായി ഋഷിക്കും അവന്റെ അമ്മയ്ക്കുമുള്ള പ്രശ്നങ്ങൾ ആ ഡിവൈഎസ്പിക്കും അറിയാം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ വേണ്ടി അങ്ങേര് ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞാവും. ഞാൻ പോവില്ല കെവിനെ, എനിക്ക് അതിനുള്ള ധൈര്യമില്ല. അയാൾ എന്തെങ്കിലും ചോദിച്ചു തുടങ്ങും മുമ്പ് തന്നെ ഞാൻ ഒക്കെ അങ്ങ് സമ്മതിച്ചു പോകും. ഞാൻ പോകുന്നില്ല. നീ എന്തുകൊണ്ട് പോകുന്നില്ല? എടാ, പോകാതിരിക്കുമ്പോഴാ ഡിവൈഎസ്പിക്ക് സംശയം കൂടുന്നേ. നീ പോണം. അയാൾ ചോദിക്കുമ്പോൾ എന്തൊക്കെ പറയണമെന്ന് നമുക്ക് സംസാരിച്ച് റെഡിയാക്കാം. പോയി കൂളായിട്ട് ചോദിക്കുന്നതിന് മറുപടി കൊടുത്തിട്ട് വരണം. ഇല്ല, ഇവിടെ പറയുന്നല്ലോ എളുപ്പമൊന്നുമല്ല. ഇപ്പൊ തന്നെ അയാൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെന്നാ എന്റെ പേടി.
എന്നാ പിന്നെ നീ പോണ്ടാ. അയാളെ വന്നേ പൊക്കിക്കൊണ്ട് പോട്ടെ. അകത്തു പോവാ. 14 വർഷം ഉണ്ട തിന്നാം. കെവിനെ, കൊന്നപ്പോ ആലോചിക്കണമായിരുന്നു ഇതൊക്കെ. കൂടെ നിന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എടാ നീ എന്ത് വർത്താനായി പറയുന്നേ? ആ കോളേജിലെ ചങ്കല്ലെന്ന് വെച്ചാ ഇങ്ങനൊരു ക്രൈമിൽ ഞാൻ ഇടപെട്ടെ. ഇതിപ്പോ എന്റെ ഭാവിയും കൂടി ഇല്ലാതാക്കുന്ന പരിപാടിയാ നീ കാണിക്കുന്നേ. എന്റെ പിള്ളേരും കൂടി ഇതിൽ പെടാൻ പോവുക. എടാ കെവിനെ, ദേഹത്ത് തുടരുത് നീ. എടാ ജയിലിൽ പോകുമ്പോഴും നിന്റെ സെല്ലിൽ ഞാൻ കിടക്കില്ല. എനിക്കിപ്പോ ആരുമില്ല. ഞാൻ ആരോടതൊക്കെ പറയുക? ആരും വിശ്വസിക്കാൻ കൊള്ളില്ല. എന്താ ഡാ, ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞതാ. ഡാ, നിനക്കും എനിക്ക് ഒന്നും സംഭവിക്കില്ല. നിന്റെ കൂടെ ഞാനുണ്ടാവും. ഡാ എടാ എല്ലാം കൂടെ ആലോചിച്ചപ്പോ എനിക്ക് ടെൻഷനായി പോയടാ. സോറി കെവിനെ. ഡാ, നീ എന്നോട് സോറി ഒന്നും പറയണ്ട. നിന്റെ ടെൻഷൻ എനിക്കറിയാം. നിന്റെ സാഹചര്യത്തിൽ എത്തുമ്പോൾ ആരും ഇതുപോലെ വിഷമിച്ചു പോകും. ഡാ, ഒരു കാര്യം ചെയ്യാം. നിന്റെ കൂടെ ഞാനും വരാം. നീ കൂടെ വന്നാ എനിക്കൊരു സമാധാനം കിട്ടും. നമുക്ക് ഒരുമിച്ച് പോവാം. അതിനു മുമ്പ് നമ്മൾ തന്നെ ചോദ്യോത്തരങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കണം. ഏത് ചോദ്യം വന്നാലും നമുക്ക് പിടിച്ചു നിൽക്കണം. ശരിയടാ. നീ വണ്ടി കയറി. ഡാ നന്ദ, വാ. ദേവിക ഫ്രീ ആണെന്ന് പറഞ്ഞതുകൊണ്ടാ ഇപ്പൊ തന്നെ കാണാന്ന് വിചാരിച്ച്. ആന്റി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തേവക്കാട്ടേക്ക് വരുമായിരുന്നല്ലോ. അതൊന്നും സാരമില്ല. പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങൾ? നന്ദന്റെ വിഷമമൊക്കെ മാറിയില്ലേ? പൂജ ഫലം കണ്ടു അല്ലേ? പൂജയും വഴിപാടും ഒക്കെ എല്ലാവരും നടത്തിയല്ലോ. എന്തായാലും നന്ദുവിന് നല്ല വ്യത്യാസമുണ്ട്. പ്രശ്നങ്ങളൊക്കെ മാറിയെന്ന് തോന്നുന്നു ആന്റി. ആ പിന്നെ മോളെ, ആ ഋഷിയുടെ കാര്യത്തിൽ എന്തെങ്കിലും സൂചന കിട്ടിയോ? ഇല്ല ആന്റി. അരുന്ധതി മാഡം ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഞാനും ഡിവൈഎസ്പിയെ വിളിച്ചിരുന്നു. അദ്ദേഹം എന്നെ കാണാൻ വീട്ടിലും വന്നിരുന്നു. ഞാനത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അരുന്ധതി മാഡമായിട്ട് ഞങ്ങൾ നല്ല അകൽച്ചയിലാണ്. പക്ഷെ ഈ സന്ദർഭത്തില് അത് നോക്കാൻ പാടില്ലല്ലോ ആന്റി. എന്തൊക്കെ പറഞ്ഞാലും ഋഷിക്ക് വേണ്ടിയായിരുന്നു മാഡത്തിന്റെ ജീവിതം. ഉണ്ണാതെയും ഉറങ്ങാതെയും ഋഷിയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴാ ഞാൻ ജോലി കിട്ടി അവിടെ എത്തുന്നത്. ഞാൻ ഋഷി ഒരു അനിയനെ പോലെ കണ്ടു തുടങ്ങി. അവനും ഞാനൊരു സഹോദരി തന്നെയായിരുന്നു. പക്ഷേ അവന് ആരോഗ്യം തിരിച്ചു കിട്ടിയപ്പോ മനസ്സിൽ പക നിറഞ്ഞു. എന്തായാലും ശരി, ഋഷി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. എന്റെ ഒരു അഭിപ്രായത്തില് നിങ്ങൾ തൽക്കാലം ചന്ദ്രോത്തുനിന്ന് മാറി നിൽക്കുന്നതാ നല്ലതെന്ന് തോന്നുന്നു. അതെന്താ ആന്റി? അല്ല, ഒന്നിനു പുറകെ മറ്റൊന്നായി ഒഴിയാതെ പ്രശ്നങ്ങൾ വന്നോണ്ടിരിക്കുകയല്ലേ. ആ വീട് ഒഴിയുന്നതാവും നല്ലത്. നിങ്ങളെ സംബന്ധിച്ച് ഒരു മാറ്റം നല്ലതായിരിക്കും. അമ്മ ഒരിക്കലും അതിന് സമ്മതിക്കില്ല ആന്റി. എനിക്കും ചന്ദ്രോത്തിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റാ. നിങ്ങൾ ചന്ദ്രോത്തുനിന്ന് മാറാൻ പറയുന്നതിന് ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. എന്താ ആന്റി? സത്യത്തില് അത് പറയാനും കൂടിയാ ഞാൻ വന്നത്. എന്താ ആന്റി? അവിടെ മീരയുടെ ഒരു സാന്നിധ്യം. ഏയ് ആന്റി എന്താ ഈ പറയുന്നേ? തിരുമേനി അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. ആ ഒരു അവസ്ഥയില് എല്ലാവരും അത് സത്യമാണെന്ന് വിശ്വസിച്ചു. വെറുതെ ആന്റി, അങ്ങനെയൊന്നും ഇല്ല. അതോർത്ത് ആന്റി വിഷമിക്കരുത്. നിങ്ങളില്ലാന്ന് പറഞ്ഞാലും മീരയുടെ ആത്മാവ് ഉണ്ടെന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം. സത്യവും അതാ. അവക്ക് ആഗ്രഹങ്ങളൊന്നും തീർന്നിട്ടില്ല മോളെ. ചന്ദ്രോത്തായിരുന്നില്ലേ അവളുടെ വീട്? അവൾ അവിടെ തന്നെ കാണും.
പക്ഷെ മോളെ, അവള് നിങ്ങൾക്ക് ദോഷമൊന്നും ചെയ്യില്ല, അതോർത്ത് പേടിക്കണ്ട. ആന്റി, എനിക്ക് മീരയോട് സ്നേഹമേ ഉള്ളൂ. ആന്റിയുടെ സമാധാനത്തിന് വേണ്ടി മീര ഉണ്ടെന്ന് വിശ്വസിച്ചെന്നാലും എനിക്ക് മീരയെ പേടിയില്ല. അയ്യോ ആന്റി, വിഷമിക്കണ്ട. സോറി. വിഷമിക്കരുത്. മീരയുടെ സ്ഥാനത്ത് ആന്റിക്ക് തനൂജയുണ്ട്. പിന്നെതാ ഈ ഞാനും ഉണ്ട്. ഞങ്ങളൊക്കെ ഇല്ലേ? മതി, സന്തോഷമായി. മോൾ അത്രയും പറഞ്ഞല്ലോ. സത്യമായിട്ടും നീയും എന്റെ മോള. അത്രയും നല്ല മനസ്സായതുകൊണ്ടാ നീ മീരയെക്കുറിച്ച് ഇങ്ങനെ നല്ലത് പറയുന്നത്. ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ മീരയെ ഓർത്ത് വിഷമിക്കുന്ന പോലെ അരുന്ധതി ഋഷി ഓർത്ത് നീറുകയാവും.